ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം എവിടെയോ വീഴുന്ന മിസൈലുകൾ നമ്മുടെ അടുക്കളയിലെ തീ കെടുത്തുമെന്ന് ആരെങ്കിലും കരുതിയോ? ലോകത്തിന്റെ ഒരു കോണിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് കാലിയാകുന്നത്? ഇതാണ് ഗ്യാസിന്റെയും യുദ്ധത്തിന്റെയും രാഷ്ട്രീയം. കാലം 1910. അമേരിക്കയിലെ പെൻസിൽവാനിയ. ഗ്യാസോലിൻ സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് വേഗത്തിൽ ബാഷ്പീകരിച്ചു പോകുന്നത് ശാസ്ത്രജ്ഞനായ ഡോക്ടർ വാൾട്ടർ സ്നെല്ലിങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ പെട്രോളിയത്തിൽ നിന്ന് പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ എന്നീ വാതകങ്ങളെ വേർതിരിച്ചെടുക്കാമെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ലോകത്തിന് LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ലഭിക്കുന്നത്. 1912 ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ ആദ്യമായി പാചകത്തിന് ഗ്യാസ് എത്തിയതോടെ ഒരു പുതിയ യുഗം പിറന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ വിദേശ കമ്പനികളാണ് ഇതെത്തിച്ചത്. 1955 ബർമ ഷെൽ, ഇന്നത്തെ ഭാരത് പെട്രോളിയം, മുംബൈയിൽ ആദ്യമായി LPG വിതരണം തുടങ്ങി. ഇന്ന് കോടിക്കണക്കിന് വീടുകളിൽ എത്തുന്ന ഇന്ത്യൻ ഓയിൽ, BPCL, HPCL എന്നീ വമ്പന്മാരുടെ തുടക്കം അവിടെയായിരുന്നു. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? നമ്മുടെ എണ്ണ ശുദ്ധീകരണശാലകളായ ജാംനഗറിലും കൊച്ചിയിലുമെല്ലാം ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ഗ്യാസ് ലഭിക്കുന്നു. കൂടാതെ ONGC പോലുള്ള കമ്പനികൾ ഖനനം ചെയ്തും ഇത് വേർതിരിച്ചെടുക്കുന്നു. ഈ പ്ലാന്റുകളിൽ വെച്ചാണ് ഗ്യാസിന് ആ പ്രത്യേക മണം നൽകുന്നത്. യഥാർത്ഥത്തിൽ LPGക്ക് മണമില്ല. ചോർച്ചയുണ്ടായാൽ തിരിച്ചറിയാൻ വേണ്ടി എഥൈൽ മെർകാപ്റ്റൻ കെമിക്കൽ ഇതിൽ ചേർക്കുന്നു. ഇത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാവൽക്കാരനാണ്. ഇന്ത്യയുടെ അവസ്ഥ നോക്കൂ. നമ്മുടെ ആവശ്യത്തിന്റെ 55%-ലധികം ഗ്യാസ് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്ന് കൂറ്റൻ കപ്പലുകൾ വഴിയാണ് ഈ ഇന്ധനം നമ്മുടെ തീരത്തെത്തുന്നത്. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോഴോ കപ്പൽ ചാലുകൾ തടസ്സപ്പെടുമ്പോഴോ നമ്മുടെ വിതരണ ശൃംഖല തകരുന്നു. നിലവിൽ റഷ്യ-യുക്രൈൻ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം ഇന്ധനവില കുതിച്ചുയരുകയാണ്. കപ്പലുകൾക്ക് വഴിമാറി സഞ്ചരിക്കേണ്ടി വരുന്നത് ചിലവ് വർദ്ധിപ്പിക്കുന്നു. ഇത് സിലിണ്ടറുകളുടെ ലഭ്യത കുറയ്ക്കാനും വില വർദ്ധിക്കാനും കാരണമാകുന്നു.